ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ റെസിപ്പി എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിൽ മുട്ട ഉണ്ടെങ്കിൽ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ല അടിപൊളി ഇഫ്താർ സ്നാക്കിൻ്റെ റെസിപ്പിയാണ്. ഓവർ ഇൻഗ്രീഡിയൻസിൻ്റെ ഒന്നും ആവശ്യമില്ല. അപ്പോൾ അതെങ്ങനെയാണെന്നൊന്ന് വീഡിയോ കണ്ട് നോക്കാം. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമ്മൾ എപ്പോഴും പറയുന്ന പോലെ നമ്മളെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ വീഡിയോ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യേണ്ട കാര്യം കൂടി മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഇതിന് വേണ്ടിയിട്ട് ഞാനൊരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 3 മുട്ട ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒരു 3-4 മുട്ട നിങ്ങൾക്ക് യൂസ് ചെയ്യാം കേട്ടോ. 4 വരെ ആകുമ്പം പ്രശ്നമൊന്നുമില്ല. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു ചെറിയ സവാള നല്ല ചെറുതായിട്ട് അരിഞ്ഞെടുത്തത് ചേർത്ത് കൊടുക്കാം. അതുപോലെ കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ വെജിറ്റബിൾസ് ഏതും ചേർത്ത് കൊടുക്കുക. ക്യാരറ്റോ ക്യാപ്സിക്കോ ഒക്കെ ഉണ്ടെങ്കിൽ അതും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നല്ലൊരു ഫ്ലേവറൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ കുറച്ച് കുരുമുളക് പൊടിയാണ് ചേർക്കുന്നത്. എന്നിട്ട് നമുക്ക് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇത് നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഞാനൊരു ഓയിലൊക്കെ തടവിയ ഒരു ചെറിയൊരു ബൗളിലേക്ക് ഇതൊന്ന് മാറ്റി കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് നമുക്കൊന്ന് ആവി കയറ്റിയെടുക്കണം കേട്ടോ. അപ്പോൾ അതെല്ലാം മാറ്റിയതിന് ശേഷം നമുക്ക് കുറച്ച് വെള്ളത്തിൽ ആ പാത്രം വെച്ച് കൊടുത്ത് ജസ്റ്റ് ഒന്ന് അടച്ച് വെച്ചതിന് ശേഷം മൊത്തമായിട്ടൊന്ന് ആവി കയറ്റിയെടുക്കാം. ആ സമയത്ത് നമുക്കൊരു മൈദൻ്റെ മിക്സ് റെഡിയാക്കി എടുക്കണം. അപ്പോൾ ഞാനൊരു ബൗളിലേക്ക് ഒരു 2-3 ടീസ്പൂൺ അളവിൽ മൈദപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 1 ടീസ്പൂൺ അളവിൽ കോൺഫ്ലവർ ഉണ്ടെങ്കിൽ അതും കൂടി ചേർക്കാം കേട്ടോ. എന്നിട്ട് ആവശ്യത്തിനുള്ള കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതുപോലെ ഞാൻ കുറച്ച് കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു നുള്ള മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ല കളറൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇത് ചേർക്കുന്നത്. എന്നിട്ട് നമുക്കിതിനെ ഒരു മിക്സ് ചെയ്യാൻ വേണ്ടി പാകത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കാം. കുറച്ചൊരു തിക്കായിട്ടുള്ള ബാറ്റർ ആട്ടോ നമ്മൾ റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഒന്ന് കലക്കിയിട്ട് അത് ഈ സൈഡിലേക്ക് മാറ്റി വെക്കാം. ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ നമ്മളെ മുട്ടൊക്കെ നല്ലപോലെ കുക്കായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ഒരു പ്ലേറ്റിലേക്ക് തട്ടി കൊടുക്കാം. അപ്പോൾ തട്ടി കൊടുത്തപ്പോൾ ഒരു ജസ്റ്റ് പീസായിട്ടാട്ടോ കിട്ടിയിട്ടുള്ളത്. അത് നമുക്ക് നല്ല ചെറിയ തിന്നായിട്ടുള്ള പീസാക്കിയിട്ട് കട്ട് ചെയ്ത് മാറ്റി വെക്കണം. ഏകദേശം ഈ ഒരു സൈസിലാട്ടോ ഞാൻ ചെയ്തെടുത്തത്. ചെറിയ വലുപ്പത്തിലാകുമ്പോൾ കഴിക്കാൻ വേണ്ടി നല്ല ടേസ്റ്റ് ആയിരിക്കുമല്ലോ, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത്. അപ്പോൾ നിങ്ങൾ ഇഷ്ടമുള്ള സൈസിന് നിങ്ങൾക്ക് കട്ട് ചെയ്തെടുക്കാം. അത് നമുക്ക് മൈദ മിക്സിൽ കോട്ട് ചെയ്തതിന് ശേഷം ബ്രെഡ് ക്രംസിലൊന്ന് കോട്ട് ചെയ്തിട്ടെടുക്കാം. ബ്രെഡ് ക്രംസിന് പകരം നിങ്ങൾക്ക് കോൺഫ്ലെക്സോ ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഞാൻ ഇവിടെ ബ്രെഡ് ക്രംസ് ആണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് മൊത്തമായിട്ടൊന്ന് കോട്ട് ചെയ്തിട്ട് മാറ്റി വെക്കാം. ഇതുപോലെ എല്ലാ പീസും ഒന്ന് നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ. പിന്നെ നമുക്കിത് നോർമലായിട്ട് നല്ല തിളച്ച എണ്ണയിലിട്ടിട്ടൊന്ന് ജസ്റ്റ് ഒരു 2 മിനിറ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഇതിൻ്റെ കളറൊന്ന് മാറി കിട്ടുന്നത് വരെ. ഓവർ കുക്കാവാനൊന്നുമില്ലല്ലോ, മുട്ടയൊക്കെ കുക്കായതാണ്. അതുകൊണ്ട് ജസ്റ്റ് ഒരു 2-3 മിനിറ്റ് മാത്രം ഒന്ന് കുക്ക് ചെയ്തിട്ടെടുക്കാം. ഗോൾഡൻ കളറാകുന്ന സമയത്തൊക്കെ നമുക്ക് ഇത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഇത്രേ ഉള്ളൂ. നല്ല ഈസിയാണ്, അതുപോലെ നല്ല ടേസ്റ്റിയാണ്. സൗത്തിൻ്റെ ഒക്കെ കൂടെ കഴിക്കാൻ വേണ്ടി ഒരു അടിപൊളി ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാം. പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ല അടിപൊളി സ്നാക്കാണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫാമിലിക്കും ഫ്രണ്ട്സിനും ഷെയർ ചെയ്തെടുക്കാനും മറക്കല്ലേ. അടുത്ത പുതിയ വീഡിയോയിൽ കാണുന്നത് വരെ ബൈ. താങ്ക് യു.